വെസ്റ്റ് ബാങ്കിലെ തന്ത്രപ്രധാന മേഖലയിൽ 1000-ലധികം അധിനിവേശ വസതികൾ നിർമ്മിക്കാനുള്ള ഇസ്രായേലിന്റെ പുതിയ നീക്കത്തിനെതിരെ പ്രമുഖ പാശ്ചാത്യ ശക്തികൾ രംഗത്ത് വന്നു. UK, ഫ്രാൻസ്, ജർമ്മനി, ഇറ്റലി, കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്ത പ്രസ്താവനയിലൂടെ ഇസ്രായേലിന്റെ ഈ തീരുമാനത്തെ അതിശക്തമായി അപലപിച്ചു. ഈ തീരുമാനം തികച്ചും അസ്വീകാര്യമാണെന്നും പദ്ധതി തൽക്ഷണം പിൻവലിക്കാൻ ഇസ്രായേൽ തയ്യാറാകണമെന്നും രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങൾ കാറ്റിൽ പറത്തി നടത്തുന്ന ഇത്തരം അധിനിവേശങ്ങൾ നിയമവിരുദ്ധമാണെന്ന് ലോകരാഷ്ട്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിൽ നിന്നുള്ള കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് കിഴക്കൻ ജെറുസലേമിന് കിഴക്കുള്ള E1 മേഖലയിൽ വർഷങ്ങളായി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൽ നിന്നും ഇസ്രായേൽ വിട്ടുനിൽക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും ടെൻഡറുകൾ ക്ഷണിച്ചുകൊണ്ട് ഇസ്രായേൽ മുന്നോട്ടു പോകുന്നത് പ്രദേശത്ത് കൂടുതൽ ഭീതി പടർത്തുന്നു. ഇസ്രായേലിന്റെ ഈ അധിനിവേശ നീക്കം സ്വതന്ത്ര ഫലസ്തീൻ എന്ന ദ്വിരാഷ്ട്ര പരിഹാര പ്രതീക്ഷകൾക്ക് മേൽ ഏൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമായിരിക്കും. വെസ്റ്റ് ബാങ്കിനെ രണ്ടായി വിഭജിക്കാനും കിഴക്കൻ ജെറുസലേമിനെ ഒറ്റപ്പെടുത്താനും ഈ പദ്ധതി വഴിവെക്കുമെന്നും ഫലസ്തീനികളും ഇസ്രായേലിന്റെ സഖ്യരാഷ്ട്രങ്ങളും വാദിക്കുന്നു. വെസ്റ്റ് ബാങ്കിൽ കടുത്ത അസ്ഥിരത നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരം തിടുക്കപ്പെട്ട തീരുമാനങ്ങൾ ഉണ്ടാകുന്നത്. ഫലസ്തീൻ പൗരന്മാർക്ക് നേരെ കുടിയേറ്റക്കാർ നടത്തുന്ന അഭൂതപൂർവമായ അക്രമങ്ങളും പ്രദേശത്തെ സാമ്പത്തിക രംഗത്തിന് മേലുള്ള കടുത്ത നിയന്ത്രണങ്ങളും സൃഷ്ടിച്ച ആഘാതം ചെറുതല്ല. ഈയൊരു സാഹചര്യത്തിൽ പുറത്തുവന്ന തീരുമാനം കൂടുതൽ ആശങ്കാജനകമാണെന്ന് സംയുക്ത പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേലിന്റെ ഈ നടപടി മേഖലയിലെ സമാധാന ശ്രമങ്ങളെ കൂടുതൽ പിന്നോട്ടടിക്കുമെന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിനുള്ള പ്രതിച്ഛായയെയും നിലപാടിനെയും ഗുരുതരമായി ബാധിക്കുമെന്നും പാശ്ചാത്യ രാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകി. ഇതിനു പുറമെ E1 പദ്ധതി ഫലസ്തീൻ രാഷ്ട്ര രൂപീകരണത്തിന് കടുത്ത ഭീഷണിയാണെന്ന് ഐക്യരാഷ്ട്രസഭാ സെക്രട്ടറി ജനറലും ബെൽജിയം വിദേശകാര്യമന്ത്രിയും വെവ്വേറെ പ്രസ്താവനകളിൽ വ്യക്തമാക്കി. UK വിദേശകാര്യ സെക്രട്ടറി എഡ് മിലിബാൻഡ് നടത്തിയ കടുത്ത വിമർശനങ്ങളെ ഇസ്രായേൽ വിദേശകാര്യമന്ത്രി പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പ്രദേശത്ത് താമസിക്കുന്ന ബെഥിയോൻ ഫലസ്തീനികളും ഇസ്രായേലിലെ സമാധാന ഘടകങ്ങളും ഈ പദ്ധതിക്കെതിരെ നൽകിയ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെയാണ് ഇസ്രായേൽ ഭവന നിർമ്മാണ മന്ത്രാലയം ടെൻഡർ നടപടികളുമായി മുന്നോട്ടു പോയത്. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഇസ്രായേൽ സർക്കാർ അംഗീകാരം നൽകിയ 3401 ഭവന യൂണിറ്റുകളിൽ 1234 എണ്ണത്തിനാണ് ഇപ്പോൾ ടെൻഡർ വിളിച്ചിരിക്കുന്നത്. കിഴക്കൻ ജെറുസലേമിനും മാലെ അധിനിവേശ മേഖലയ്ക്കും ഇടയിലുള്ള ഏകദേശം 12 ചതുരശ്ര കിലോമീറ്റർ വരുന്ന തന്ത്രപ്രധാന ഭൂപ്രദേശമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഫലസ്തീൻ രാഷ്ട്രം എന്ന ആശയം തന്നെ ഇല്ലാതാക്കുകയാണെന്ന് ഇസ്രായേൽ ധനമന്ത്രി ബെസലേൽ സ്മോച്ച് തുറന്നടിച്ചിരുന്നു. വരുന്ന ഒക്ടോബർ 19-നാണ് ടെൻഡറുകൾ സമർപ്പിക്കാനുള്ള തീയതി. ഇസ്രായേൽ പൊതുതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് തൊട്ടു മുമ്പ് ടെൻഡർ നടപടികൾ പൂർത്തിയാക്കുന്നതിലൂടെ ഭാവിയിൽ അധികാരത്തിൽ വരുന്ന ഏതൊരു സർക്കാരിനും ഈ തീരുമാനം റദ്ദാക്കാൻ കഴിയാത്ത സാഹചര്യം സൃഷ്ടിക്കുകയാണ് ലക്ഷ്യം. 1967-ലെ മിഡിൽ ഈസ്റ്റ് യുദ്ധത്തിൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്ത ശേഷം ഇസ്രായേൽ ഇവിടെ 160ഓളം കുടിയേറ്റ മേഖലകൾ നിർമ്മിച്ചിട്ടുണ്ട്. നിലവിൽ 70 ലക്ഷത്തോളം ജൂതന്മാരാണ് ഈ പ്രദേശങ്ങളിൽ താമസിക്കുന്നത്. സ്വന്തമായി ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്വപ്നം കാണുന്ന 33 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനികളുടെ തൊട്ടടുത്താണ് ഈ അധിനിവേശം തുടരുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ വലിയ എതിർപ്പുകൾ ഉയർന്നിട്ടും ഇസ്രായേലിലെ മുൻകാല സർക്കാരുകൾ അധിനിവേശം തുടരുകയായിരുന്നു. എന്നാൽ 2022 അവസാനത്തോടെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള തീവ്ര വലതുപക്ഷ സഖ്യ സർക്കാർ അധികാരത്തിൽ വന്നതോടെയും ഗസ യുദ്ധം ആരംഭിച്ചതോടെയും അധിനിവേശ വസതികളുടെ നിർമ്മാണം മുൻപെങ്ങുമില്ലാത്ത വിധം വേഗത്തിലാവുകയായിരുന്നു.